ഈ വീഡിയോയിൽ മൊഡ്യൂൾ നമ്പർ 5-ത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ്റെ ക്വസ്റ്റ്യനും കൺവേർഷൻ 3D to 2D കൺവേർഷനുമാണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പെർസ്പെക്റ്റീവ് പ്രൊജക്ഷനാണ്. പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ കുറച്ച് ടഫായിരുന്നു. ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിനിൽ റെസ്റ്റ് ചെയ്യുന്ന ഒരു സോളിഡാണ് തന്നിരിക്കുന്നത്, ഗ്രൗണ്ട് പ്ലെയിന് തന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പേർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവും. ബട്ട് ഓപ്ഷൻ 3D to 2D കൺവേർഷൻ വളരെ സിമ്പിളായിരുന്നു, അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 9 പോവാം. A cube of 30 mm side is placed vertically with one of its edges on the picture plane and the top square end face touching an auxiliary ground plane at a height of 50 mm above the horizontal plane. The vertical edge formed by the two adjacent rectangular faces, which are inclined 45 degrees to the picture planes, touches the picture plane. Draw the perspective view of the cube if the station point is 70 mm in front of picture plane and lies in center plane, which is 30 mm to the left side of the center of the cube. ഈ ക്വസ്റ്റ്യൻ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ബൈ PI വർഗീസ് സാറിൻ്റെ ടെക്സ്റ്റ് ബുക്കിലത്തെ ക്വസ്റ്റ്യനാണ്. അതിൽ ചെറിയ മാറ്റം വരുത്താണ് ചെയ്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലോട്ടേക്ക് ആണ് ഒബ്സർവ്ഡ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്, അതിൽ റൈറ്റ് ആണ്. ഈ ടൈപ്പ് പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടില്ല, നമുക്കിപ്പോൾ ഇവിടെ നോക്കാം എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന്. ഇവിടെ തന്നിരിക്കുന്നത് സോളിഡ് ക്യൂബാണ്. ഇപ്പോൾ ക്യൂബ് നമ്മൾ ചെയ്തിരിക്കുന്ന ടൈപ്പ് പ്രോബ്ലമൊക്കെ പിക്ചർ പ്ലെയിനിന് ബിഹൈൻഡ് ആയിട്ട് ഗ്രൗണ്ട് പ്ലെയിൻ റെസ്റ്റ് ചെയ്യുന്ന രീതിയിലത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും. ബട്ട് ഇവിടെ ഗ്രൗണ്ട് പ്ലെയിനിലല്ല റെസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിനിലാണ്. ഇത് ഇവിടെയാണ് റെസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിനിൽ. എന്നിട്ട് ഒബ്സർവർ ഇവിടെ താഴെ നിന്ന് നോക്കുകയാണ്. അതായത് നമ്മളിപ്പോൾ ഒരു റൂമിലായിരിക്കുന്നെങ്കിൽ റൂമിൽ ഒരു സീലിംഗ് ഫാൻ ഉണ്ടെങ്കിൽ ആ സീലിംഗ് ഫാനിനെ നമ്മൾ താഴെ നിന്ന് നോക്കുകയാണ്. സീലിംഗ് ഫാനിന് നമുക്കിടയിലൊരു പിക്ചർ പ്ലെയിൻ ഉണ്ടെങ്കിൽ ആ പിക്ചർ പ്ലെയിനിൽ അതിൻ്റെ ഇമേജ് എങ്ങനെ ഫോം ചെയ്യുന്നു, അതാണ് ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ക്യൂബിൻ്റെ സൈഡ് 30 mm ആണ്. ക്യൂബ് റെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയല്ല. ക്യൂബിൻ്റെ സ്ക്വയർ ഫേസ് ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിൻ, അതായത് ടോപ്പ് കിടക്കുന്ന ഈ സീലിംഗ്, അതായത് ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിനിൽ ടച്ച് ചെയ്യുന്ന രീതിയിലാണ് റെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിങ്ങനെയല്ല റെസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഈ ഒരു എഡ്ജ് പോയിട്ട് പിക്ചർ പ്ലെയിനിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ എഡ്ജ് ടച്ച് ചെയ്യുമ്പോൾ ആ എഡ്ജ് കണ്ടെയ്ൻ ചെയ്യുന്ന രണ്ട് ഫേസസ് ഉണ്ട്, ഒന്നിതും ഒന്നിതും. ഈ രണ്ട് ഫേസും ഈക്വലി ഇൻക്ലൈൻഡ് ആണ്. അതിൻ്റെ ഇൻക്ലിനേഷൻ തന്നിട്ടുണ്ട് 45 ഡിഗ്രി. അപ്പോൾ ഇതും 45 ഡിഗ്രി, ഇതും 45 ഡിഗ്രി ആയിരിക്കും, കാരണം ഈ ആംഗിൾ 90 ഡിഗ്രി ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇവിടെ ടച്ച് ചെയ്തിരിക്കുകയാണ്. പിന്നെ തന്നിരിക്കുന്നത് ഈ ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിൻ ഹൊറൈസൺ പ്ലെയിനിൽ നിന്ന് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്ന് 50 mm മുകളിലാണ്. അതായത് സ്റ്റേഷൻ പോയിൻ്റ് ഇവിടെയാണെങ്കിൽ ഈ സ്റ്റേഷൻ പോയിന്റിൽ നിന്ന് ഈ ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിനിലേക്കുള്ള ഈ ഹൈറ്റാണ് തന്നിരിക്കുന്നത് 50. ഓക്കെ, അത് യൂസ് ചെയ്ത് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റും. പിന്നെ തന്നിരിക്കുന്നത് 70 mm ഇൻഫ്രണ്ട് ആണ്. ഈ സ്റ്റേഷൻ പോയിന്റിലേക്കുള്ള ഈ ഇൻഫ്രണ്ട് ഡിസ്റ്റൻസ് 70 mm ആണ്. പിന്നെ ലെഫ്റ്റ് റൈറ്റിൽ ലെഫ്റ്റ് ആണ്, അത് സെൻറ്റർ ഓഫ് ദ ക്യൂബ്. സെൻറ്റർ ഓഫ് ദ ക്യൂബ് എന്ന് പറയുമ്പോൾ ഈ ലൈൻ തന്നെ, ടച്ച് ചെയ്യുന്ന ലൈൻ ഈ ലൈനിൽ തന്നെയാണ് ആക്സിസ് വരിക. അതിൽ നിന്ന് 30 mm ലെഫ്റ്റ് ആയിട്ടാണ് സെൻട്രൽ പ്ലെയിനിൽ കിടക്കുന്നത്. സെൻട്രൽ പ്ലെയിൻ 30 mm ലെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേഷൻ പോയിൻ്റ് 30 mm ലെഫ്റ്റ് ആണ്. അപ്പോൾ ഈ പൊസിഷനിൽ നിന്ന് വ്യൂ ചെയ്യുമ്പോഴുള്ള, ഇവിടെ നിന്ന് വ്യൂ ചെയ്യുമ്പോഴുള്ള ഇതിൻ്റെ പേഴ്സ്പെക്റ്റീവ് ഇതിൽ കിട്ടും. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ബോട്ടം ബേസ് ആണ് വിസിബിൾ ആകുക. ബട്ട് ഡ്രാഫ്റ്റ് ആൻസർ കീയിൽ ഈ ബോട്ടം ബേസ് ഇൻവിസിബിൾ, ടോപ്പ് ബേസ് വിസിബിൾ രീതിയിൽ വന്നിരിക്കുന്നത് തെറ്റാണ്. വേറെയും മിസ്റ്റേക്സ് ഉണ്ട്, അതിലെടുത്ത 2 പോയിൻറ്റ്സും തെറ്റുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസറിലോട്ടേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ എവിടെയാണ് ബേസ് കാണുന്നതാണ് വരയ്ക്കുക. ഇപ്പോൾ ടോപ്പ് ബേസ് കാണുന്നത് ടോപ്പ് വ്യൂവിലാണ്, ഈ സ്ക്വയർ കാണുന്ന ടോപ്പ് വ്യൂവിലാണ്. ടോപ്പ് വ്യൂവിൽ ഈ എഡ്ജ് ഇവിടെ ടച്ച് ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ ഈക്വലി ഇൻക്ലൈൻഡ് ആയിട്ട് വരുന്ന രീതിയിൽ ഈ കോർണർ PP എന്ന് പറയുന്ന ലൈനിൽ ടച്ച് ചെയ്ത് ടോപ്പ് വ്യൂ വരയ്ക്കണം. ഇനി അതിൻ്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കുന്നതാണ് പലർക്കും സംശയം, അത് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് നോക്കാം. കാരണം ഫ്രണ്ട് വ്യൂ വരയ്ക്കുമ്പോൾ ഗ്രൗണ്ട് പ്ലെയിൻ വരയ്ക്കണം. ഗ്രൗണ്ട് പ്ലെയിന് പകരം നമ്മളിവിടെ ഓക്സിലറി ഗ്രൗണ്ട് ലൈൻ വരയ്ക്കും. അപ്പോൾ ഓക്സിലറി ഗ്രൗണ്ട് ലൈനിൽ നിന്ന് ടച്ച് ചെയ്തുകൊണ്ട് ഫ്രണ്ട് വ്യൂ വരയ്ക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. നോക്കാം. ആദ്യം PP എന്ന് പറയുന്ന ലൈൻ വരയ്ക്കുക. ഈ ലൈൻ വരയ്ക്കുമ്പോൾ ഈ ഡിസ്റ്റൻസ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ഇത് ഈ ഒരു, ഞാനിപ്പോൾ ലാൻഡ്സ്കേപ്പ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ വരയ്ക്കുമ്പോൾ പോർട്രേറ്റ് എടുക്കുക, കാരണം സ്പേസ് ഉണ്ടാവില്ല. അപ്പോൾ ഈ സ്പേസൊക്കെ നോക്കണമെങ്കിൽ ഇത് 50 mm ആണ് ക്യൂബിൻ്റെ സൈഡ്. ഓക്കെ, അപ്പോൾ മാക്സിമം നമുക്ക് PP എന്ന് പറയുന്ന ലൈനിന് മുകളിലോട്ടേക്ക് വേണ്ടി വരിക. ഇങ്ങനെ സ്ക്വയർ വരുമ്പോൾ ഈ ഡിസ്റ്റൻസേ നമുക്ക് ആവശ്യമുണ്ടാവും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √2 × 50 ആണ്. അപ്പോൾ ഇത്രയും സ്പേസേ PP എന്ന് പറയുന്ന ലൈനിന് മുകളിലേക്ക് നമുക്ക് ആവശ്യമുള്ളൂ. ആ രീതിയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ സ്പേസിൻ്റെ പ്രശ്നം ഒഴിവായി കിട്ടും. ഓക്കെ, അപ്പോൾ 50 mm സൈഡിൽ ഈ ആംഗിൾ 45 ഡിഗ്രി വരുന്ന രീതിയിൽ, ഇതും 45 ഡിഗ്രി വരുന്ന രീതിയിൽ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യാനാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അങ്ങനെ ടോപ്പ് വ്യൂ കംപ്ലീറ്റ് ചെയ്യുക. നെയിം ചെയ്യുക. നെയിമിങ്ങിൽ ടോപ്പ് ഫേസിന് ABCDയും ബോട്ടം ഫേസിന് PQRS എടുത്തിട്ട് നെയിം ചെയ്യാം. A, B,
CD, അതേപോലെ PQRS ഇങ്ങനെ നെയിം ചെയ്യുന്നു. ഇനി ഇതിൻ്റെ സെൻറ്റർ ലൊക്കേറ്റ് ചെയ്യുന്നു. സെൻറ്റർ ലൊക്കേറ്റ് ചെയ്ത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് വ്യൂ വരയ്ക്കുന്നതിന് മുമ്പേ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് സ്റ്റേഷൻ പോയിൻ്റ് ടോപ്പ് വ്യൂ വരയ്ക്കുന്നു, അതായത് SP വരയ്ക്കുന്നു. കാരണം SP 70 mm ഇൻ ഫ്രണ്ട് ആണ് എന്ന് നമുക്കറിയാം. ഓക്കെ, ഈ സെൻറ്റർ പ്ലെയിൻ 30 mm ലെഫ്റ്റ് ഓഫ് ദ സെൻറ്റർ ഓഫ് ദ ക്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സെൻറ്റർ ഓഫ് ദ ക്യൂബ്. ഇതിൽ നിന്ന് 30 mm ലെഫ്റ്റായിട്ട് ഈ ഡിസ്റ്റൻസ് 70 എടുത്ത് നമുക്ക് സ്റ്റേഷൻ പോയിൻ്റ് ടോപ്പ് വ്യൂ S or SP ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ കിട്ടിയിരിക്കുന്നതാണ് സ്റ്റേഷൻ പോയിൻറ്റിൻ്റെ ടോപ്പ് വ്യൂ. ഇതിനെന്താ എടുത്തിരിക്കുന്നത്? ഈ ഡിസ്റ്റൻസ് 70 എടുത്തു, ലെഫ്റ്റിലോട്ടേക്കുള്ള ഡിസ്റ്റൻസ് 30 എടുത്തു, സ്റ്റേഷൻ പോയിൻറ്റ് നോട്ട് ചെയ്തു. ഇനി സ്റ്റേഷൻ പോയിൻറ്റ് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് ഫ്രണ്ട് വ്യൂ വരയ്ക്കണം. ഫ്രണ്ട് വ്യൂ നമുക്കറിയാം, ഞാൻ നേരത്തെ കാണിച്ചു തന്നു, ഓക്സിലറി ഗ്രൗണ്ട് ലൈനിൽ ടച്ച് ചെയ്തിട്ടാണ് ക്യൂബിൻ്റെ ടോപ്പ് ഫേസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഓക്സിലറി ഗ്രൗണ്ട് ലൈൻ വരയ്ക്കണം. ഓക്കെ, ഇത് നമ്മളിതിന് മുമ്പേ വരച്ചിട്ടുണ്ടാവില്ല, കാരണം ഓക്സിലറി ഗ്രൗണ്ട് ലൈനിൽ ടച്ച് ചെയ്യുന്ന പ്രോബ്ലം അല്ലാത്തതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ എനി കൺവീനിയൻറ്റ് ഡിസ്റ്റൻസ് ഒരു 5 mm 10 mm ഗ്യാപ്പ് കൊടുത്തിട്ട് എനി ഡിസ്റ്റൻസ്, ഇത്ര ഡിസ്റ്റൻസ് വേണമെന്നില്ല, ഓക്സിലറി ഗ്രൗണ്ട് ലൈൻ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഈ വരച്ചിരിക്കുന്ന ലൈനാണ് ഓക്സിലറി ഗ്രൗണ്ട് ലൈൻ. ഇതാണ് അടുത്ത സ്റ്റെപ്പ്. ഇനി ചെയ്യാൻ പോകേണ്ടത് ഈ ഓക്സിലറി ഗ്രൗണ്ട് ലൈനിൽ ടച്ച് ചെയ്തിട്ടായിരിക്കും ഫ്രണ്ട് വ്യൂ വരിക. ഓക്കെ, അപ്പോൾ അതിനെന്ത് ചെയ്യണം? ഇതിനെ പ്രൊജക്റ്റ് ചെയ്യണം, താഴോട്ടേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. എല്ലാ ലൈൻസിനെയും താഴോട്ടേക്ക് പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആണ് 30 mm സൈഡിൽ, ഈ സൈഡ് 30 ആയിരിക്കും നമുക്ക് ഫ്രണ്ട് വ്യൂ കിട്ടുക. ഓക്കെ, യൂഷ്വലി നമ്മൾ ഗ്രൗണ്ട് ലൈനിൽ ടച്ച് ചെയ്തിട്ടായിരുന്നു ഫ്രണ്ട് വ്യൂ വരയ്ക്കുന്നത്. അത് ഗ്രൗണ്ട് പ്ലെയിനിൽ റെസ്റ്റ് ചെയ്യുന്ന പ്രോബ്ലം ആയതുകൊണ്ടാണ്. ഓൾമോസ്റ്റ് എല്ലാ പ്രോബ്ലവും ഗ്രൗണ്ട് പ്ലെയിനിൽ റെസ്റ്റ് ചെയ്യുന്നതാണ്. ഇത് മാത്രമാണ് ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിനിൽ റെസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രോബ്ലം വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഓക്സിലറി ഗ്രൗണ്ട് ലൈൻ വരയ്ക്കണം. നേരത്തെ ഗ്രൗണ്ട് പ്ലെയിൻ റെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഗ്രൗണ്ട് ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, അങ്ങനെ ഈ പോയിൻറ്റ്സിനെ പ്രൊജക്റ്റ് ചെയ്തപ്പോൾ A' ഇവിടെ കിട്ടി, D' C' B' ഇവിടെ കിട്ടി. കാരണം ടോപ്പ് ABCD ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ABCD ആണ് പിക്ചർ പ്ലെയിനിൽ ടച്ച് ചെയ്തിരിക്കുന്നത്. PQRS താഴെ നമ്മൾ കാണുന്നതാണ് PQRS, താഴെ വരുന്ന ഫേസാണ് PQRS. ഓക്കെ, ഇനി PQRS ലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ഈ 30 mm താഴോട്ടേക്ക് എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ താഴോട്ടേക്ക് 30 mm എടുത്തു, അതായത് ഈ ഡിസ്റ്റൻസ് ഇത് 30 എടുത്തു, 30 mm എടുത്തിട്ട് താഴോട്ടേക്ക് ലൈൻസ് വരച്ചു. ഓക്കെ, അങ്ങനെ ഇവിടെ S' കിട്ടി, Pയിൽ നിന്നും Rൽ നിന്നും P' R' ഇവിടെ എന്ത് കിട്ടി? Q' കിട്ടി. ഓക്കെ, അപ്പോൾ S', P' R', Q', അങ്ങനെ ഫ്രണ്ട് വ്യൂ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്ത് കംപ്ലീറ്റ് ചെയ്യണം? സ്റ്റേഷൻ പോയിൻറ്റ് കംപ്ലീറ്റ് ചെയ്യണം. അതെങ്ങനെ കിട്ടും? സ്റ്റേഷൻ പോയിൻറ്റ് ഫ്രണ്ട് വ്യൂ കംപ്ലീറ്റ് ചെയ്യണം. സ്റ്റേഷൻ പോയിൻറ്റ് ടോപ്പ് വ്യൂ ഇവിടെ കിട്ടി, അത് 70 mm ഇൻ ഫ്രണ്ടും 30 mm ലെഫ്റ്റുമാണ്. ഇനി ഈ ലൈനിലായിരിക്കും S' നമുക്കറിയാം. ഓക്കെ, SP' അല്ലെങ്കിൽ S' ഈ ലൈനിലാണെന്ന് അറിയാം. ഓക്കെ, അപ്പോൾ ഈ ലൈനിൽ എവിടെയാണ് S' വരുന്നത്? ഓക്കെ, S' വരണമെങ്കിൽ നമുക്ക് യൂഷ്വലി ഗ്രൗണ്ട് പ്ലെയിൻ എന്നുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് തരാറ്. ഇവിടെ ഗ്രൗണ്ട് പ്ലെയിനേ ഇല്ല, ഇവിടെ ഗ്രൗണ്ട് പ്ലെയിൻ തന്നിട്ടില്ല. അതുകൊണ്ട് ഇവിടെ പകരം എന്ത് തന്നു? ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, edges on picture plane and the top square end face touching an auxiliary ground plane at a height of 50 mm above the horizontal plane. Horizontal plane ഉദ്ദേശിക്കുന്നത് ഹൊറൈസൺ പ്ലെയിൻ ആണ്. അപ്പോൾ ഹൊറൈസൺ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ സ്റ്റേഷൻ പോയിൻറ്റിലൂടെ പാസ് ചെയ്യുന്ന പ്ലെയിൻ, അതായത് ഐ ലെവലിലെ പ്ലെയിൻ. ഈ പ്ലെയിനിൽ നിന്ന് 50 mm മുകളിലാണ് AGP. ഈ പ്ലെയിനിലാണ് സ്റ്റേഷൻ പോയിൻ്റ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ AGL ഓൾറെഡി ആദ്യമേ നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ AGL നിന്ന് 50 mm താഴെയായിരിക്കും S', കാരണം നമുക്ക് ക്വസ്റ്റ്യൻ എന്ത് തന്നു? ഇത് ഹൊറൈസൺ പ്ലെയിൻ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഹൊറൈസൺ പ്ലെയിനിൽ നിന്ന് 50 mm മുകളിലാണ് ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിൻ എന്ന് ക്വസ്റ്റ്യൻ തന്നു. അപ്പോൾ ഓക്സിലറി ഗ്രൗണ്ട് ലൈൻ നമ്മൾ ഓൾറെഡി ലൊക്കേറ്റ് ചെയ്തു. അതിനബോട്ടാണ് നമ്മൾ സ്റ്റേഷൻ പോയിന്റ് ലൊക്കേറ്റ് ചെയ്യേണ്ടത്. അതിനബോട്ട് സ്റ്റേഷൻ പോയിന്റ് ലൊക്കേറ്റ് ചെയ്യുമ്പോൾ AGL എന്ന് പറയുന്ന ലൈൻ ഓൾറെഡി കിട്ടി. AGL നിന്ന് 50 mm താഴെയായിട്ടായിരിക്കും HL ഹൊറൈസൺ ലൈൻ വരുന്നത്. HL ആണ് എന്ത് കിടക്കുന്നത്? സ്റ്റേഷൻ പോയിൻ്റ് ഫ്രണ്ട് വ്യൂ കിടക്കുന്നത്. അതാണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? ഈ 50 mm ഡിസ്റ്റൻസ് AGL നിന്ന് എടുക്കണം. ഈ AGL നിന്ന് 50 എടുക്കുക. ഈ AGL നിന്ന് 50 താഴോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്നതാണ് SP'. ഈ കിട്ടുന്ന ലൈൻ ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല, ഈ ലൈനാണ് HL ഹൊറൈസൺ ലൈൻ. ഓക്കെ, അങ്ങനെ നമുക്ക് SP' കിട്ടി, അതായത് 50 mm താഴോട്ടേക്ക് എടുത്തിട്ട്. ഇനി ബാക്കി പെർസ്പെക്റ്റീവിൻ്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താ ചെയ്യേണ്ടത്? എല്ലാ പോയിൻറ്റ്സിനെയും SPയിലേക്ക് ജോയിൻ ചെയ്യുക. ടോപ്പ് വ്യൂ പോയിൻറ്റ്സിനെ എല്ലാ ഫ്രണ്ട് വ്യൂ പോയിൻറ്റ്സിനെയും SP' ജോയിൻ ചെയ്യുക. അങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ ഇവിടെ Dയും Sഉം ഉണ്ട്. അപ്പോൾ ഇവിടെ D1 S1 കിട്ടും, Cയും R ഉണ്ട്, C1 R1 കിട്ടും, A1 B1 കിട്ടും, B1 Q1 കിട്ടും. ഇനി അതേപോലെ ഇവിടെയും ജോയിൻ ചെയ്യാം. ഇവിടെ ജോയിൻ ചെയ്തു, SP' ജോയിൻ ചെയ്തു.
ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്കറിയാവുന്ന കാര്യമാണ്. ഈ D1 S1 നേരെ താഴോട്ടേക്ക് പ്രൊജക്ടർ വരയ്ക്കണം. അതേപോലെ R1 C1 വരയ്ക്കണം. ഇതിൽ നിന്ന് വരയ്ക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് പിക്ചർ പ്ലെയിനിൽ ടച്ച് ചെയ്യുന്ന ലൈനാണ്. ഒരു ലൈൻ പിക്ചർ പ്ലെയിനിലാണെങ്കിൽ ആ ലൈനിൻ്റെ ഫ്രണ്ട് വ്യൂവും പെർസ്പെക്റ്റീവും സെയിം ആയിരിക്കും. അത് പറയാൻ വിട്ടുപോയി. ഇത് തിന്നായി വരയ്ക്കണം, കാരണം ഇവിടെ ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് വ്യൂ വളരെ തിന്നായിട്ട് വരയ്ക്കണം. ഈ പ്രൊജക്ടർ ലൈൻസൊക്കെ തിന്നായിട്ട് വരയ്ക്കണം. ഓക്കെ, ഇനി B1 Q1 നേരെ താഴോട്ടേക്ക് പ്രൊജക്ടർ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം ഈ D1 S1 പ്രൊജക്ടർ വരച്ചപ്പോൾ D', S' D കിട്ടി, S' SP' S കിട്ടി. അടുത്തത് R1 C1 പ്രൊജക്ടർ വരച്ചപ്പോൾ C', S' ഇവിടെ C കിട്ടി, ഇവിടെ R' S' ഇവിടെ R കിട്ടി. കിട്ടിയിരിക്കുന്നതാണ് R. A' തന്നെയാണ് A ഉള്ളത്, അതേപോലെ P' തന്നെയാണ് P ഉള്ളത്. കാരണം ആ രണ്ട് പോയിൻറ്റിൻ്റെയും പേഴ്സ്പെക്റ്റീവും ഫ്രണ്ട് വ്യൂ സെയിം ആണ്, കാരണം ആ പോയിൻറ്റ്സ് പിക്ചർ പ്ലെയിനാണുള്ളത്. ഇനി നമുക്ക് കിട്ടാനുള്ളത് Bയും Q ആണ്. അപ്പോൾ B1 പ്രൊജക്റ്റ് ചെയ്തപ്പോൾ B ഇവിടെ Q കിട്ടി. ഓക്കെ, അങ്ങനെ നമുക്ക് BQ കിട്ടി. എല്ലാ പോയിൻറ്റ്സും കിട്ടി. ഇനി ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് താഴെ നോക്കുമ്പം PQRS എന്തായാലും വിസിബിൾ ആവും. നമുക്ക് PQRS തിക്ക് ലൈൻ യൂസ് ചെയ്ത് ജോയിൻ ചെയ്യാൻ പറ്റും. PQRS തിക്ക് ലൈൻ യൂസ് ചെയ്ത് ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ABCD ജോയിൻ ചെയ്യുമ്പോൾ ഏറ്റവും അവേ കിടക്കുന്ന സ്റ്റേഷൻ പോയിൻറ്റിന് ഏറ്റവും അവേ കിടക്കുന്ന പോയിൻ്റാണ് Cയും Rഉം. ഇവിടുന്നും ഏറ്റവും അവേ കിടക്കുന്ന പോയിൻ്റാണ് C. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് C കാണില്ല. CD, CB, CR ഡാഷ് ലൈൻ ആയിരിക്കും. ബാക്കിയൊക്കെ എന്താണ്? വിസിബിളാണ്. വളരെ സിമ്പിളാണ്. ഏറ്റവും അവേ കിടക്കുന്ന പോയിൻ്റ് കാണുന്നില്ല. അങ്ങനെ CD, CB ഡാഷ് ലൈൻ വരച്ചു, അതേപോലെ CRഉം ഡാഷ് ലൈൻ വരച്ചു. നമ്മുടെ ആൻസർ കംപ്ലീറ്റ് ആയി. ഡ്രാഫ്റ്റ് ആൻസർ കീയിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ടോപ്പ് ബേസ് ആണ് വിസിബിളായി കാണിച്ചിരിക്കുന്നത്. ഇത് തിക്ക് ലൈൻ യൂസ് ചെയ്ത് കാണിച്ചു, ബട്ട് അത് തെറ്റാണ്. കാരണം നമ്മൾ താഴെ നിന്നാണ് നോക്കുന്നത്. താഴെ നോക്കുമ്പോൾ ബോട്ടാണ് കാണുക. അതേപോലെ ഈ പോയിൻറ്റ്സ് എടുത്തിരിക്കുന്നതിൽ ഇവിടെ 2 പോയിൻറ്റ്സ് എടുത്തിരിക്കുന്നതിൽ മിസ്റ്റേക്ക് ഉണ്ട്. അതുകൊണ്ട് ഷേപ്പിൽ ചെറിയ വ്യത്യാസം കാണാൻ പറ്റും. ഇതാണ് കറക്റ്റ്. ഇനി ഇതിൻ്റെ ആൻസർ കീ യൂഷ്വലി ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂവിന് മാർക്ക് ഉണ്ടാവും. എലമെൻറ്റ്സ് ഓഫ് പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ വരയ്ക്കുന്നതിന് മാർക്ക്, പെർസ്പെക്റ്റീവ് പ്രൊജക്ഷന് മാർക്ക്, നീറ്റ്നെസ്സിന് മാർക്ക്, ഇങ്ങനെയാണ് വരിക. ഫൈനൽ ആൻസർ കീ ഞാൻ പിന്നീട് ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ ഡ്രാഫ്റ്റാണ്, ഇത് ഫൈനലല്ല, എന്നാലും പറയുന്നത് മാത്രം. ഡ്രോയിങ് ദ പ്ലെയിൻസ് ആൻഡ് ലൊക്കേറ്റിംഗ് ദ സ്റ്റേഷൻ പോയിൻറ്റ് 4 മാർക്സ്. ഓക്കെ, അതായത് SP' ലൈൻസൊക്കെ വരച്ചതൊക്കെ കറക്റ്റ് ആണെങ്കിൽ 4 മാർക്സ് കിട്ടും. ലൊക്കേറ്റിംഗ് എലിവേഷൻ പോയിൻറ്റ്സ് 2 മാർക്സ്, അതായത് ഫ്രണ്ട് വ്യൂ വരയ്ക്കുന്നതിന് 2 മാർക്സ്. ഓക്കെ, ഫ്രണ്ട് വ്യൂ വരയ്ക്കുന്ന മുമ്പ് നമ്മൾ ആദ്യം ടോപ്പ് വ്യൂ ആണ് വരയ്ക്കുക, അതിനും 2 മാർക്സ് ആണ്. ഓക്കെ, ഇപ്പോൾ ഫ്രണ്ട് വ്യൂവിനും ടോപ്പ് വ്യൂവിനും 2 മാർക്സ്, ഇതിന് 2, ഫ്രണ്ട് വ്യൂ വരയ്ക്കുന്നതിന് 2. ഡ്രോയിങ് പേഴ്സ്പെക്റ്റീവ് വ്യൂ 10 മാർക്ക്, അതായത് ഈ പോയിൻറ്റ്സിനൊക്കെ SP ജോയിൻ ചെയ്തും SP' ജോയിൻ ചെയ്തൊക്കെ കറക്റ്റ് ആണെങ്കിൽ 10 മാർക്സ്. ഡയമെൻഷനിങ് ആൻഡ് നീറ്റ്നെസ് 2 മാർക്സ്. ഇങ്ങനെയാണ് ആൻസർ കീ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഓപ്ഷനായ 10th ക്വസ്റ്റ്യനിലോട്ടേക്ക് പോകാം. 3D to 2D കൺവേർഷൻ പ്രോബ്ലം KTU ഇതുവരെ ചോദിച്ച 2015 സ്കീം 19 സ്കീമൊക്കെ എടുത്തുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും, സപ്ലിമെൻ്ററി ആയാലും റെഗുലർ ആയാലും ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിലെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത്. കാരണം ഇതിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു 3D മോഡൽ, അതിൽ ഹിഡൻ ലൈൻസ് ഒന്നും വരയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല, സർക്കുലർ ഹോളില്ല, ഏതെങ്കിലും പാർട്ട് കട്ടായി പോയതൊന്നുമില്ല, പിന്നെ വളരെ എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റിയിട്ടുണ്ടാകും. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ടേക്ക് പോവാം. ഡ്രോ ദ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ ആൻഡ് ലെഫ്റ്റ് സൈഡ് വ്യൂ of the following figure. The front view direction is marked with a long arrow. Any missing dimensions may be suitably assumed. All dimensions are in millimeter. Okay, ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഡയറക്ഷനാണ് ഫ്രണ്ട് വ്യൂയുടെ ഡയറക്ഷൻ. അപ്പോൾ ഇതാണ് ടോപ്പ് വ്യൂയുടെ ഡയറക്ഷൻ, മുകളിൽ നോക്കുന്നത്. ലെഫ്റ്റ് സൈഡ് വ്യൂ എന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ നിന്നാണ് നോക്കുന്നത്, അത് നമുക്ക് റൈറ്റ് സൈഡ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ XY, ഇത് XY ലൈൻ, ഇത് X1 Y1. അപ്പോൾ ഫ്രണ്ട് വ്യൂ ഇവിടെ കിട്ടും, ടോപ്പ് വ്യൂ ഇവിടെ കിട്ടും, ലെഫ്റ്റ് സൈഡ് വ്യൂ റൈറ്റ് സൈഡിൽ ഇവിടെയാണ് ലെഫ്റ്റ് സൈഡ് വ്യൂ കിട്ടുക. ഇത് കറക്റ്റ് ഫോളോ ചെയ്യണം. ലാൻഡ്സ്കേപ്പ് ആയിട്ട് എടുക്കുക, പോർട്രേറ്റ് ആയിട്ട് എടുത്താലും കുഴപ്പമൊന്നുമില്ല, കാരണം ഇതത്ര വലിയ സൈസുള്ള പ്രോബ്ലം അല്ല. ഓക്കെ, എനിവേ ഈ ഇത്രയും ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ലാൻഡ്സ്കേപ്പ് ആയിട്ട് എടുത്ത് ചെയ്യാം. ഓക്കെ, നമുക്ക് പ്രോബ്ലത്തിലൂടെയൊക്കെ പോകാം. ഇത് നോക്കുമ്പോൾ വളരെ സിമ്പിളാണ്. ഇതിൽ ഒന്ന് ഒബ്സർവ് ചെയ്യുക. ഫ്രണ്ട് വ്യൂവിൽ ഈ 50, ഈ ഹൈറ്റ് 25. ഇതിലെനിക്ക് ഒരു കുട്ടി ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഡൗട്ടല്ല, ഒരു മിസ്റ്റേക്ക് വന്നു. ഈ 25 ഇത് കൂട്ടി വരച്ചു പോയത്. കാരണം ഈ വിസിബിൾ എഡ്ജിൻ്റെയും ഈ എക്സ്റ്റൻഷൻ ലൈൻ്റെയൊക്കെ സൈസ് സെയിം ആണ്. അപ്പോൾ അത് പെട്ടെന്ന് അത് സോളിൻ്റെ പാർട്ടായി തോന്നി, അങ്ങനെ വരച്ചു പോയി, മാർക്ക് പറയുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു.
അത് ചെറിയ മാർക്കൊക്കെ കുറയും. ഓക്കെ, കാരണം ഇത് ഡയമെൻഷൻ ലൈനാണെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഇനി ഫസ്റ്റ് എക്സ് വൈ ലൈന് വരയ്ക്കുന്നു. ഞാനിവിടെ ഈ 50, ഇവിടെ 50 എടുത്തു. ഇതിൻ്റെ ഹൈറ്റ് 10 ഇതിവിടെ കാണാൻ പറ്റുന്നുണ്ട്. 10ൽ ആദ്യം ഫ്രണ്ട് വ്യൂ വരയ്ക്കാൻ പോവാണ്. ടോപ്പ് വ്യൂ സ്റ്റാർട്ട് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇങ്ങോട്ടേക്കുള്ള ലെങ്ത്ത് അത് നമുക്കറിയാം, ഇത് 50 ആണ്, ഇത് 10 ആണ്. അപ്പോൾ ഈ ലൈനിൻ്റെ ഡിസ്റ്റൻസ് ഈക്വൽ ടു 40 ആയിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 40 എടുത്തു. ഇനി മുകളിലോട്ടേക്ക് വരയ്ക്കാം. മുകളിലോട്ടേക്ക് ഈ താഴെ നിന്ന് ഇവിടത്തേക്കുള്ള ഹൈറ്റ് 25 ആണ്. ഇത് 25 ആണ്. അപ്പോൾ 25 എടുത്തു. ഈ ഡിസ്റ്റൻസ് 10 ആണ്, ഈ ഡിസ്റ്റൻസ് 10 എടുത്തു. അങ്ങനെ ഈ ഒരു ഷേപ്പ് കംപ്ലീറ്റ് ചെയ്തു. ഇനി ഈ ഒരു പാർട്ടിനെ കൂടെ വരയ്ക്കണം. അതിന് ഇത് 50 ആണ്, ഇത് 25 ആണ്. അപ്പോൾ ഈ പോയിൻ്റിൽ നിന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് 50 - 25 ആയിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് 25, ഈ ഹൈറ്റ് 25 എടുത്തു. ഇനി ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് 25 അത് ഓൾറെഡി തന്നു, ഈ ലൈനുമായിട്ട് ജോയിൻ ചെയ്തു. അപ്പോൾ ഫ്രണ്ട് വ്യൂ കംപ്ലീറ്റ് ആയി. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇനി ടോപ്പ് വ്യൂ വരയ്ക്കണം. ടോപ്പ് വ്യൂ വരയ്ക്കുമ്പോൾ ഇപ്പോൾ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി, നമ്മൾ ഈ ഡയറക്ഷന് നേരെ ഫ്രണ്ടിലേക്ക് എടുക്കുന്ന ഇത് എക്സ് ആയിട്ടും അതിന് പെർപെൻഡിക്കുലറായിട്ട് വരുന്ന ഇത് വൈ ആയിട്ടും ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഇത് സെഡ് ആയിട്ടും എടുക്കുന്നു. അപ്പോൾ നമ്മൾ ഫ്രണ്ട് വ്യൂവിൽ കാണുക എക്സും സെഡും ആണ്. അതാണ് ഇവിടെ എക്സ്, ഇത് സെഡ് ഹൈറ്റും ആണ് കാണുന്നത്. അത് വരച്ച് കഴിഞ്ഞു. ടോപ്പ് വ്യൂവിൽ കാണുക, മുകളിൽ നോക്കുമ്പോൾ കാണുക എക്സും അതേപോലെ വൈ ആണ്. അപ്പോൾ എക്സ് ടോപ്പ് വ്യൂവിൽ ഹൊറിസോണ്ടൽ ലൈനും വൈ ടോപ്പ് വ്യൂവിൽ പെർപെൻഡിക്കുലർ ലൈനായിരിക്കും. അപ്പോൾ 50 mm എക്സ് നമ്മളിവിടെ വരച്ചു. ഇനി വൈ പെർപെൻഡിക്കുലറായിട്ട് എടുക്കണം. ഇവിടെ ഒരു കൺവീനിയൻറ്റ് ഡിസ്റ്റൻസ് ഗ്യാപ്പ് വിടുക. അത് വിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കൺഫ്യൂഷൻ ആവുന്ന മാത്രമേ ഉള്ളൂ. മാർക്കൊക്കെ കിട്ടും. ഇത് 25 ആണ്. അപ്പോൾ താഴോട്ടേക്ക് 25 എടുത്തിട്ട് ഈ റെക്റ്റാങ്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നു. ഈ റെക്റ്റാങ്കിൾ കംപ്ലീറ്റ് ആയി. ഇത് 50, ഇത് 25. ഇനി ഇതിലേക്ക് ഈ രണ്ട് പാർട്ടും കൂടെ ആഡ് ചെയ്യണം. ആദ്യം ഞാൻ ചെയ്യുന്നത് ഇതാണ്. ഇത് 25 നിന്ന് ഈ ഡിസ്റ്റൻസ് 10ൽ ഈ 25 10 റെക്റ്റാങ്കിൾ കംപ്ലീറ്റ് ചെയ്തു. ഇത് 15 10 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഡിസ്റ്റൻസ് 15 അത് ഓൾറെഡി ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടാവും. ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് 10 എടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ടോപ്പ് വ്യൂ കംപ്ലീറ്റ് ചെയ്തു. ഇനി സൈഡ് വ്യൂ വരയ്ക്കണം. അപ്പോൾ സൈഡ് വ്യൂ, ലെഫ്റ്റ് സൈഡ് വ്യൂ വരയ്ക്കുമ്പോൾ ഞാനിവിടെ ആർക്കൊക്കെ വരച്ചിട്ടൊക്കെയാണ് ചെയ്ത്. അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഒരു പോയിൻ്റ് എടുത്തിട്ട് സൈഡ് വ്യൂവിൽ ഇത് 25 ആയിട്ട് കാണും. ഓക്കെ, ഇവിടെ ഒരു പോയിൻ്റ് എടുക്കുക, ഇങ്ങോട്ടേക്ക് 25, ഓക്കെ, മുകളിലോട്ടേക്ക് 10. ഇങ്ങനെ ഇത് നോക്കി വരയ്ക്കാൻ പറ്റും. അങ്ങനെ വരച്ചാലും കുഴപ്പമില്ല. 10 ഇത് കിട്ടി. ഇനി ഇത് ഇവിടെ മുകളിലോട്ടേക്ക് വീണ്ടും 25, അപ്പോൾ ഇങ്ങോട്ടേക്ക് 25 എടുത്ത് ഇങ്ങോട്ടേക്ക് 10 എടുത്ത് അതേപോലെ ഇവിടുന്ന് മുകളിലോട്ടേക്ക് ടോട്ടൽ 25. ഓക്കെ, അപ്പോൾ 10 ആണ്. അപ്പോൾ ഇനി ബാക്കി 15 ഉണ്ടാവും. ഇത് 15. ഓക്കെ, ഇങ്ങോട്ടേക്ക് 15. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ നമുക്ക് വരയ്ക്കാം. ഇത് താഴോളം ഉണ്ടാവും. ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഞാൻ ഈ ചെയ്ത പോലെ ഈ x1 y1 വരച്ചു. ഇതിനെയൊക്കെ ഈ സൈഡിലോട്ടേക്ക് പ്രൊജക്റ്റ് ചെയ്തു. ഓക്കെ, ഇവിടത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തു. ഇത് സെൻറ്റർ ഈ റേഡിയസിൽ ആർക്ക് വരയ്ക്കുന്നു. എന്നിട്ട് മുകളിലോട്ടേക്ക് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് പോയിൻറ്റ്സ് കിട്ടുന്നു. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ x1 എന്നും y1 എന്നും വരയ്ക്കാതെയും ചെയ്യാം. എങ്ങനെയായാലും മാർക്ക് കിട്ടും. ബട്ട് ലെഫ്റ്റ് സൈഡ് വ്യൂ റൈറ്റ് സൈഡിലായിരിക്കണം. അങ്ങനെ ഈ പോയിൻ്റ് കിട്ടി, ഇത് കിട്ടി, ഇതിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്തപ്പോൾ ഈ ലൈന് കിട്ടി. ഇനി ഇത് കണക്ട് ചെയ്യുന്നു. ഇനി മുകളിലോട്ടേക്ക് ഇതിനെ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഇത് കംപ്ലീറ്റ് ആയി. അങ്ങനെ ഇങ്ങനെ ആൻസർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഡയമെൻഷൻ ചെയ്യാനുണ്ട്. ഡയമെൻഷൻ ചെയ്യുക. ഡയമെൻഷൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. എല്ലാ വ്യൂസിനെയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ഡയമെൻഷൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ആൻസർ. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന ഡൗട്ട്സുകൾ കമൻ്റായിട്ടൊക്കെ വന്നിരിക്കുന്നത്, ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തെടുത്ത് വരച്ചു പോയി, അപ്പോൾ അതിനെന്തെങ്കിലും മാർക്ക് കുറയും. പിന്നെ ഒരു കുട്ടി ചോദിച്ചിരിക്കുന്നത് ഡയമെൻഷൻ എടുക്കാതെ റഫായിട്ട് ഇങ്ങനെ വരച്ചു, അതായത് 25 ഈ ഷേപ്പ് വരച്ച് വെച്ചു. അതിന് മാർക്ക് 0 ആണ്. കാരണം ഡയമെൻഷൻ എടുത്തിട്ട് തന്നെ വരയ്ക്കണം. ഫ്രീ ഹാൻഡ് സ്കെച്ചിങ് അല്ല ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നേരത്തെ പറയാൻ വിട്ടുപോയ 1-2 കാര്യങ്ങൾ കൂടെ പറയാം. അതായത് കമൻസിൽ വന്ന കാര്യങ്ങളാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ക്വാഡ്രൻറ്റ് മാറിപ്പോയി. അതായത് തേർഡ് ക്വാഡ്രൻറ്റ് പകരം ഫസ്റ്റ് ക്വാഡ്രൻറ്റ് വരച്ച് കഴിഞ്ഞാൽ എത്ര മാർക്ക് കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 4 to 5 മാർക്സ് മാത്രമേ മാക്സിമം കിട്ടാൻ സാധ്യതയുള്ളൂ. അങ്ങനെയാണ് ആൻസർ കീ വന്നിരിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ അങ്ങനെ ഡൗട്ട്സ് ഒന്നും വന്നില്ല. തേർഡ് ക്വസ്റ്റ്യനിൽ സിമ്പിൾ പൊസിഷൻ മാറിപ്പോയി കഴിഞ്ഞാൽ 0 മാർക്ക് പ്രതീക്ഷിച്ചാൽ മതി. മാക്സിമം പോയാൽ 5, അതിലപ്പുറം കിട്ടില്ല. ഫോർത്ത് ക്വസ്റ്റ്യൻ സെയിം. ഫിഫ്ത്ത് ക്വസ്റ്റ്യനിൽ സെക്ഷനിൽ സിമ്പിൾ പൊസിഷൻ മാറിക്കഴിഞ്ഞാൽ മാർക്ക് കിട്ടില്ല. ഡെവലപ്മെൻറ്റിൽ സിമ്പിൾ പൊസിഷൻ മാറിക്കഴിഞ്ഞാലും മിനിമം ഡെവലപ്മെൻറ്റ് മാർക്ക് തരണം. അതല്ല, അവിടെ പൊസിഷൻ ഓഫ് സോളിഡ് സ്പെസിഫൈ ചെയ്യാത്തതുകൊണ്ട്
മാക്സിമം മാർക്ക് കിട്ടേണ്ടതാണ്. ഐസോമെട്രിക്കിൽ പ്രൊജക്ഷൻ വ്യൂ മാറിപ്പോകുന്ന ഡൗട്ടാണ് ചോദിച്ചിരിക്കുന്നത്, അതും മാർക്ക് കുറയും. ഇനി പെർസ്പെക്റ്റീവിൽ വരുമ്പോൾ പെർസ്പെക്റ്റീവിൻ്റെ തെറ്റാണ് കുറേ പേർക്ക്. അത് ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ ആണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ ഒന്നല്ല. പിന്നെ കൺവേർഷനിൽ ചോദിച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ഫ്രീ ഹാൻഡ് ആയിട്ട് സ്കെച്ച് ചെയ്യാവുന്ന മാർക്ക് കിട്ടില്ല. ഫസ്റ്റ് ആംഗിൾ പൊസിഷൻ തന്നെ ഫോളോ ചെയ്യുക, ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ കറക്റ്റായിട്ട് തന്നെ വരയ്ക്കുക. ഇതിപ്പോൾ ഡ്രാഫ്റ്റ് ആൻസർ കീ ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഫൈനൽ ആൻസർ കീ വാല്യുവേഷന് തൊട്ട് മുമ്പേ വരും. അപ്പോൾ അതിനുശേഷം ഞാനൊരു വീഡിയോ കൂടെ ചെയ്യും. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ആ മാർക്ക് നിങ്ങൾക്ക് റിസൾട്ട് വരുമ്പോൾ കിട്ടിയില്ലെങ്കിൽ അതിന് റീവാലുവേഷൻ കൊടുക്കുകയോ ആൻസർ പേപ്പറിൻ്റെ സോഫ്റ്റ് കോപ്പി റിക്വസ്റ്റ് കൊടുക്കുകയോ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.